സഹോദരനെയും ബന്ധുവിനെയും തല്ലി ചതച്ച് +2 വിദ്യാർത്ഥികൾ. മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്തതിന് സഹപാഠിയുടെ പിതൃ സഹോദരന്റെ തലയ്ക്ക് ഷോക്ക് അബ്സോർബർ കൊണ്ടടിച്ചു. പത്തനംതിട്ട മണ്ണടി സ്വദേശി സുനീഷിനാണ് മർദ്ദനമേറ്റത്. പ്രായപൂർത്തിയാകാത്തവർ ഉൾപ്പെടെ 4 പേർക്കെതിരെ ഏനാത്ത് പോലീസ് കേസെടുത്തു. കൂടുതൽ വിവരങ്ങളുമായി ശ്രീരാജ് ബാബു ആണ് ചേരുന്നത്. ശ്രീരാജ്, വർദ്ധിച്ചു വരുന്ന ഇത്തരം ആക്രമണങ്ങളുടെ വാർത്തകൾ അല്ലെങ്കിൽ അത്തരം കഥകളാണ് നമ്മൾ എല്ലാ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ഏറെ ഗുരുതരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. പരിക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? എന്താണ് സംഭവം? സ്വാതി, ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് മാർച്ച് 2-നാണ് സംഭവം നടക്കുന്നത്. +2 വിദ്യാർത്ഥി സ്കൂളിലും ക്ലാസ്സുകളിലും പോകാതെ കൂട്ടുകാരുമായി കറങ്ങി നടക്കുകയായിരുന്നു. ഇത് മോശം കൂട്ടുകെട്ടാണെന്നും ഇത് തിരുത്തണമെന്നും സഹോദരൻ പറഞ്ഞു. ഈ കൂട്ടുകാരുമായി വീട്ടിലെത്തിയ സമയത്താണ് ഇത് വിലക്കിയത് സഹോദരൻ. ഇതോടെ ഈ കൂടെ എത്തിയ കൂട്ടുകാർ സഹോദരനെ ഉൾപ്പെടെ മർദ്ദിക്കാൻ തുടങ്ങി. അത് കണ്ട് വീട്ടിലുണ്ടായിരുന്ന അച്ഛന്റെ സഹോദരൻ ഇത് തടയാനായി എത്തി. ഇതോടെയാണ് ഈ കൂട്ടുകാർ ബൈക്കിന്റെ ഷോക്ക് അബ്സോർബർ ഊരി ഈ പിതാവിന്റെ സഹോദരനെ തലയ്ക്ക് മർദ്ദിക്കുന്നത്. സഹോദരന്റെ തലയിൽ 8 സ്റ്റിച്ചുകളുണ്ട്. ആദ്യഘട്ടത്തിൽ ഇവർ പരാതി നൽകാൻ തയ്യാറായിരുന്നില്ല. നിലവിലിപ്പോൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. മൊഴിയെടുത്ത് കേസ് രജിസ്റ്റർ ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. 4 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. ഇതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. ഇതിൽ പ്രായപൂർത്തിയാകാത്ത ഒരാൾ തന്നെയാണ് ഷോക്ക് അബ്സോർബർ കൊണ്ട് ഈ പിതൃ സഹോദരന്റെ തലക്കടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും നിലവിൽ പോലീസ് സ്റ്റേഷനിലെ ഇവരെല്ലാം വിളിപ്പിച്ചിട്ടുണ്ട്. ഇവർ തിരിച്ചും കൗണ്ടർ പരാതിയും നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മാർച്ച് 2-നാണ് സംഭവം നടക്കുന്നത്. കൂട്ടുകാരുമായി കറങ്ങി നടക്കുന്നതും ക്ലാസ്സിൽ പോകാത്തതും വിലക്കിയ സഹോദരനെ ആദ്യഘട്ടത്തിൽ ഈ കൂട്ടുകാർ മർദ്ദിക്കുന്നു. ഇത് തടയാനെത്തിയ പിതൃ സഹോദരനെയും ഇവർ മർദ്ദിക്കുന്നു. ഷോക്ക് അബ്സോർബർ കൊണ്ട് തലക്കടിക്കുന്നു. ആദ്യഘട്ടത്തിൽ ഇവർ പരാതി നൽകാൻ തയ്യാറായില്ല. തുടർന്ന് പോലീസിൽ ഇവർ പരാതി നൽകുകയായിരുന്നു. എന്തായാലും പ്രായപൂർത്തിയാകാത്ത ആളുകൾ ഉൾപ്പെടെ ഇതിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 4 പേർക്കെതിരെയാണ് നിലവിൽ പോലീസ് പ്രാഥമികമായി ഈ 4 പേരാണ് പ്രതികളെന്നാണ് മനസ്സിലാക്കുന്നത്. അതിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവർ. ഈ പ്രായപൂർത്തിയാകാത്ത വ്യക്തി തന്നെയാണ് ഈ ഷോക്ക് അബ്സോർബർ കൊണ്ട് തലക്കടിക്കുകയും ചെയ്തിട്ടുള്ളതെന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത്. സ്വാതി, ശരി. ശ്രീരാജ്, പത്തനംതിട്ടയിലാണ് സഹപാഠിയുടെ സഹോദരനെയും ബന്ധുവിനെയും +2 വിദ്യാർത്ഥികൾ തല്ലിച്ചതച്ചത്. മോശം കൂട്ടുകെട്ട് ചോദ്യം ചെയ്തതിനാണ് തലയ്ക്ക് ഷോക്ക് അബ്സോർബർ കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ചത്.